തീർച്ചയായിട്ടും ഇങ്ങനൊരു ഇലക്ട്രിക് വണ്ടി വരുന്നതിനെ എതിർക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. കാരണം ഇന്ന് ലോകത്തിൻ്റെ വലിയ ഉന്നതയിൽ നിൽക്കുന്ന സാമ്പത്തിക ശക്തികൾ പലരും അടുത്ത സമീപകാലം വരെ വളരെ ദരിദ്രമായ പല രാജ്യങ്ങളും ഇന്ന് സാമ്പത്തിക ശക്തികളായി ഉയർന്നു വന്നതിൻ്റെ പ്രധാന കാരണം ഈ എണ്ണയാണ്, ഡീസലാണ്, അല്ലെങ്കിൽ പെട്രോളാണ്. എണ്ണയുടെ ഉൽപ്പാദനം കൊണ്ടാണ് പല ലോകത്ത് ഇന്നത്തെ സമ്പന്ന രാജ്യങ്ങൾ പലരും നിലനിന്ന് പോകുന്നത്. ആ എണ്ണ വേണ്ട, പകരം ഇലക്ട്രിസിറ്റി മതി, സോളാർ എനർജി ഉപയോഗിച്ചുകൊണ്ട് ചാർജ് ചെയ്യാം. ഇലക്ട്രിസിറ്റി മതി എന്ന് വന്നതിന് ഈ രാജ്യങ്ങളെല്ലാം തന്നെ പ്രത്യേക വരുമാനങ്ങളൊന്നുമില്ലാത്ത രാജ്യങ്ങളാണ് ഇതിൽ പലതും. മരുഭൂമിയായി കിടന്ന രാജ്യങ്ങളാണ് പലതും. അവർ പിച്ചിച്ചട്ടി എടുക്കും. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ നഷ്ടമാണ് എന്ന് നമ്മളെ ലോകം മുഴുവൻ ഒരു കള്ളപ്രചാരണം നടത്താൻ ഒരു വലിയ ലോബി പ്രവർത്തിക്കുന്നുണ്ട്. പ്ലസ് അതുകൂടാതെ നമ്മുടെ നാട്ടിൽ ഈ ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ഡീസൽ പെട്രോൾ പമ്പുകളുണ്ട്, അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവർക്കും ഈ ഒരു പുതിയ വണ്ടി വരുന്നത്, പ്രത്യേകിച്ച് ഈ ഇലക്ട്രിക് വണ്ടി വരുന്നതിന് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ പരമാവധി എതിർക്കാൻ അല്ലെങ്കിൽ അതിനെ പരമാവധി കുറ്റം പറയാൻ ഇങ്ങനൊരു ലോബി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വലിയ സത്യമാണ്.